അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലോടുകൂടി ഇതേവരെ ഇവരെല്ലാം CPM-നെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ചത്. ഇപ്പം അതിന്റെ വ്യാപ്തി കൂടുകയാണ്. ആ വ്യാപ്തി കൂടുന്നതിന്റെ ഭാഗമായിട്ട് അവരാദ്യം ശ്രമിച്ചത് ഉടനെ കുറ്റപത്രം കൊടുക്കണം എന്നാണ്. ഉടനെ കുറ്റപത്രം കൊടുത്താൽ ഈ പറയുന്നവരെ ഒന്നും കുറ്റപത്രത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള മുൻ വിധിയോടുകൂടിയാണ് അവർ ആ കാര്യം പറഞ്ഞത്. പക്ഷെ ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞത് ഇത് കൊലക്കേസോ മറ്റേത് കളവ് കേസോ പോലെ കാണാൻ പറ്റുന്നതല്ല, ഇത് വലിയ വിശാലതയുള്ള ഒരു കേസാണ്. അതുകൊണ്ട് 10 കൊല്ലം മാത്രമല്ല, അതിന്റെ പിന്നോട്ടുള്ള 10 കൊല്ലം കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ആരെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്നതുകൊണ്ടൊന്നും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. ഇതെല്ലാം പറഞ്ഞാലും ചില മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കും ഈ കേസ് തേച്ചുമാച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് SIT എന്നൊക്കെ പറയുന്ന നിലയിലേക്ക്. SITയെ കുറ്റപ്പെടുത്തുന്നത് അവരിലേക്ക് എത്തുമ്പോൾ മാത്രമാണ്. തന്ത്രി സമാജം അതുപോലെ തന്നെ BJPയുടെ കേരള അധ്യക്ഷൻ, പിന്നെ വേറെ ചില സംഘടനകൾ, ക്ഷേത്ര സംരക്ഷണ സമിതിയൊക്കെ, ഇവർ ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം ഈ SITയുടെ ശരിയായ അന്വേഷണം എങ്ങനെ തടസ്സപ്പെടുത്താം എന്നാണ് വി ഡി സതീശൻ ആദ്യം തന്നെ ഈ SIT അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിന്റെ അനുയായികൾ എന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ കേസിന് പോയത്. ഹൈക്കോടതി നിശ്ചിതമായ വിമർശനമാണ്. SIT ശരിയായ ദിശയിലാണ് അന്വേഷിക്കുന്നത്, ഫലപ്രദമായ അന്വേഷണമാണ്. ഇപ്പോഴും നിങ്ങൾ CBI അന്വേഷണത്തിന് പറയാൻ എന്താ കാരണം? കോടതി ചോദിച്ചതാണ്. എന്നിട്ട് ചോദിച്ചു, ഈ CBI എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ നിന്ന് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഡെപ്യൂട്ടേഷൻ അല്ലേ? നിങ്ങൾ അതിനെ ഇത്ര മഹത്വവൽക്കരിക്കുന്നതും ഇവിടെ അതിനിടിച്ചു താഴ്ത്തുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മുണ്ടാട്ടില്ല. കോടതി ചോദിച്ചു, ഞങ്ങൾ ചോദിക്കുന്നതല്ല, കോടതി ചോദിച്ചു. എന്നിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ട് പറഞ്ഞു, ഒരു CBI അന്വേഷണത്തിനും മുതിരേണ്ട കാര്യമില്ല, SIT അന്വേഷണം ഫലപ്രദമാണ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി. അപ്പൊ യഥാർത്ഥത്തിൽ BJP തന്ത്രിയെ പിടിച്ചതോടുകൂടി BJPയുടെ സ്ഥിതി മാറി. ഇപ്പോ ഇവരെല്ലാം ചോദ്യം ചെയ്യുന്ന ഘട്ടം വന്നപ്പോ കോൺഗ്രസിന്റെ സ്ഥിതി മാറി. പൂറ്റിയെ കയറ്റിയത് CPM ആണെന്നാണല്ലോ ആദ്യം പ്രചരിപ്പിച്ചത്. ഇപ്പൊ മനസ്സിലായി KC വേണുഗോപാലിനാണെന്നും. KC വേണുഗോപാലിന്റെ കാലത്താണ് ആദ്യമായിട്ട് പൂറ്റി അവിടെ എത്തുന്നത്. പൂറ്റിയും തന്ത്രിയും ചേർന്നുകൊണ്ടാണ് ഈ കൊള്ള മുഴുവൻ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ പ്രധാനപ്പെട്ട ആലോചനയും ഗൂഢാലോചനയും നടത്തിയതെന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കോടതി തന്നെ അത് വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. ആരാണോ ഉത്തരവാദി മുഴുവൻ ആളുകളെയും കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കണം. ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ആരായാലും അവരെ സംരക്ഷിക്കുന്ന പ്രശ്നം ഗവൺമെന്റ് അതുപോലെ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കില്ല. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. അല്ല, അത് തിരിച്ചു കൊടുത്തോ ഇല്ലെന്നതിനേക്കാളും പ്രധാനം എങ്ങനെയാണ് ഇത് വാങ്ങിയത് എന്നുള്ളതാണ്. ഈ 2 കോടി ഉറുപ്പിക വാങ്ങിയത് നിയമപരമാണോ? അത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് MPക്ക്. അല്ല, ബൾക്കായിട്ട് കള്ളപ്പണമായിട്ട് വാങ്ങിയതാണോ? ബൾക്കായിട്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ കള്ളപ്പണമാണല്ലോ. അതുപോലെ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട്. തിരിച്ചു കൊടുത്തതും ഇതേപോലെ തന്നെ കള്ളപ്പണമായിട്ടാണോ എന്ന് MP പറയട്ടെ. അത് പറയണ്ടേ, വളരെ പ്രധാനമായിട്ട് പറയട്ടെ. പറയട്ടെ, എന്നിട്ട് നോക്കിച്ച് പറയാം. പറയാൻ നോക്കാലോ നമുക്ക്. അത് ഞങ്ങൾ വാങ്ങുന്നത്, ഞങ്ങളിങ്ങനെ 2000, 2 കോടി, 3 കോടിയൊന്നും വാങ്ങുന്ന ഒരു നിലപാട് സ്വീകരിക്കാറില്ല. വെറുതെ പറയാ, കള്ളത്തരം പറയാ. അവർ കുടുങ്ങി കിടക്കുമ്പോൾ ബാക്കി എല്ലാവരും കുടുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതൊരു ഭയമൊന്നുമില്ല കേട്ടോ. ആന്റുവാനണി വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ 2 കോടി വാങ്ങിയിട്ട് ബാക്കി പലരും ഇതിനേക്കാളും വാങ്ങിയിട്ട് നോക്കിയാ. ഞങ്ങളും 1 കോടിയും വാങ്ങിയില്ല. ഞാൻ കണ്ടിട്ടേനില്ല 1 കോടി. എന്നിട്ട് വേണ്ടേ ഇത് വാങ്ങാൻ. ഇലക്ഷൻ കമ്മീഷന്റെ മാത്രമല്ല, നിയമപരമായിട്ട് വാങ്ങാൻ പറ്റില്ല. 20,000 ഉറുപ്പിയാണ് മാക്സിമം വാങ്ങാൻ പറ്റും ഒരാളിനും സംഭാവന, അല്ലാണ്ട് വാങ്ങാനേ പറ്റില്ല. അപ്പൊ ഈ 20 കോടിയെ 2 കോടി വാങ്ങിയതാ പറഞ്ഞത്. ഇവർ 20 ലക്ഷം കൊടുത്തു എന്ന് മറ്റേ ആൾ പറയുന്നുണ്ട്. എങ്ങനെ കൊടുത്തേ? കൊടുക്കണം 20,000, 20,000, 20,000. ഇന്ന് 20,000, നാളെ 20,000, അതിനപ്പുറത്ത് 20,000, അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. 2 ലക്ഷം മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. സംഭാവനയായിട്ട് വാങ്ങിയെന്ന് പറയട്ടെന്നാൽ സംഭാവന അല്ലാന്ന് പറഞ്ഞല്ലോ. വീടില്ലാണ്ട് കൊടുത്തതാന്നാ പറഞ്ഞേ. വീട് വാങ്ങാണ്ട് കൊടുത്തു, അതിന്റെ തുറഞ്ഞു പോയത്.
രാജീവ് തന്നെ തുറന്നിരിക്കുക 2 കോടി രൂപ കൊടുത്തിട്ട് 20 ലക്ഷം തിരിച്ചു കിട്ടിയില്ല.